ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലോട്ടസ് ടെമ്പിളിൽ പോയ വീഡിയോ കൂടിയിട്ടിരുന്നു. ഞങ്ങൾ ഡൽഹിയിൽ വിസിറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കണ്ട സ്ഥലങ്ങളുടെ എല്ലാം വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു. ഇനി ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ദിരാഗാന്ധി മ്യൂസിയവും അതുപോലെ ഞങ്ങൾ സരോജിനി മാർക്കറ്റ് അതുപോലെ ഞങ്ങളുടെ ഫ്ലൈറ്റ് യാത്രയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതാ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ലോട്ടസ് ടെമ്പിളിൽ ഞങ്ങൾ കുറച്ച് ദൃശ്യങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉൾപ്പെടുത്തിയിരുന്നു, വളരെ കുറച്ച്. അപ്പോൾ ഇതാ വിശാലമായൊരു ഏരിയയാണ് കേട്ടോ ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുന്നത്. ഇതാ കണ്ടില്ലേ, വളരെയധികം ആളുകളുണ്ടായിരുന്നു. ലൈനായിട്ട് നമ്മൾ ചെരുപ്പെല്ലാം പുറത്ത് ഒരു ചാക്കിൽ ഒരു സഞ്ചിയെല്ലാം തരും, അതിൽ നമ്മൾ സൂക്ഷിക്കണം. എന്നിട്ട് ഉള്ളിലേക്ക് വളരെ വൃത്തിയാണ് ഇതിൻ്റെ ഉള്ളിൽ കേട്ടോ. മെഡിറ്റേഷൻ ഹാളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷേ മെഡിറ്റേഷൻ ഹാളാണ്. അവിടെ ഇങ്ങനെ കുറച്ച് സമയം ഇരിക്കും, പിന്നീട് നമുക്ക് പോരാം അവിടുന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഉള്ളിൽ. നമ്മൾ വിശാലമായിട്ടുള്ള ഒരു ഏരിയയാണ് ലോട്ടസ് ടെമ്പിൾ കേട്ടോ, ഒരു പാർക്ക് പോലെ എന്നൊക്കെ പറയാം. അപ്പോൾ അതിനുള്ളിലേക്കുള്ള ലൈനാണ് വളരെ വലുതായിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയിട്ട് ഇതിന് ശേഷം ഞങ്ങളിത് ആ വീഡിയോസൊക്കെ എടുത്തതാണ് അവിടെ നിന്നും. അപ്പോൾ ലോട്ടസ് ടെമ്പിളിൽ പോയതിന് ശേഷം ഞങ്ങൾ പിന്നീട് പോയത് ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിലേക്കാണ്. അപ്പോൾ ഇന്ദിരാഗാന്ധി മ്യൂസിയവും ഡൽഹിയിൽ പോയാൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ 2-3 വീഡിയോസിലായിട്ട് ഞാൻ ടൂറിൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പം അത് തീർച്ചയായിട്ടും കാണാത്തവരൊക്കെ ഒന്നുകൂടി പോയിട്ട് കാണണം. അപ്പോൾ ഞാൻ ലിങ്ക് ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ലോട്ടസ് ടെമ്പിളിൻ്റെ ഭാഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. വളരെ വിശാലമായിട്ടുള്ള ഏരിയയാണ്, എത്രയെന്ന് പറയാൻ പറ്റില്ല, അത്ര വിശാലമായിട്ടുള്ള ഏരിയയാണ്. അതിനുള്ളിലൊരു അമ്പലം പോലെയാണ് ഈ ലോട്ടസ് ടെമ്പിൾ എന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ കാണാനായിട്ട്. ഇവിടെയൊക്കെ നിറയെ മരങ്ങളും ചെടികളുമായിട്ട് നല്ല ഭംഗി. ഹായ്, അപ്പോൾ ഞങ്ങൾ രണ്ടാമത്തെ ദിവസം ഡൽഹിയിൽ നിന്ന് ഇവിടെ ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. അത് ഇന്നലെ കാണാൻ പറ്റിയില്ല. പിന്നെ സരോജിനി നഗറൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അത് ഞങ്ങൾ പോകാൻ വേണ്ടി ലിഫ്റ്റിൽ വെയിറ്റ് ചെയ്ത്. മക്കൾക്ക് 2 പേർക്കും നല്ല അലർജിയുടെ ഒരു പ്രശ്നം ഇവിടെ ഡൽഹിയിൽ വന്നപ്പോൾ ഒന്നും കൂടിയും പൊല്യൂഷൻ കുറച്ച് അധികമായതുകൊണ്ട്, ദീപാവലി കഴിഞ്ഞ സമയമായതുകൊണ്ട് പൊല്യൂഷൻ നല്ല പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു സൂര്യൻ ഉദിക്കാത്ത പോലത്തെ അന്തരീക്ഷമാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ, അരമണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തും ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും. അപ്പോൾ ഇവിടെ കാണണമെന്ന് ഞങ്ങൾ ഒരു പ്രാവശ്യം കണ്ടതാണ്. പക്ഷേ എപ്പോഴും നമുക്കിവിടെ കാണാൻ പിന്നെയും തോന്നും കേട്ടോ. കാരണം അത്രയും ഒരു എന്താ പറയുക, പിന്നെ ഓർമ്മകളാണ്, ഇന്ദിരാഗാന്ധിയുടെ പലതരത്തിലുള്ള ഓർമ്മകളാണ് ഈ മ്യൂസിയത്തിനുള്ളിൽ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമുക്ക് അത് കാണുമ്പോൾ തന്നെ നമുക്ക് അന്നത്തെ ആ കാലഘട്ടത്തിലേക്കെല്ലാം നമ്മൾ അങ്ങ് പോകും. കാരണം ഞാനെല്ലാം 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റു എന്ന് ആ ഷോക്കിംഗ് ന്യൂസ് കേട്ടിട്ട് ഞങ്ങൾക്ക് സ്കൂളെല്ലാം അവധി തന്നിരുന്നത് അന്ന് ഓർക്കുകയാണ് ഞാൻ. പക്ഷേ ആ സമയത്തുള്ള ഒരു ഓർമ്മകളൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോൾ കിട്ടും കേട്ടോ. അന്നത്തെ ന്യൂസ് പേപ്പർ, ഇന്ദിരാഗാന്ധി ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും, കിച്ചണിൽ ഉപയോഗിച്ചിരുന്നതാണെങ്കിലും പിന്നെ ഇന്ദിരാഗാന്ധിയുടെ ഇഷ്ടപ്പെട്ട ഓരോരോ കാര്യങ്ങളും നമുക്കവിടെ കാണാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഡൽഹിയിൽ പോകുമ്പോൾ നിങ്ങൾ എവിടെ പോയില്ലെങ്കിൽ ഇവിടെ സന്ദർശിക്കണം. ഇത് വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് തന്നെയാണ് കേട്ടോ. എൻ്റെ മോൾക്കും തന്നെ 2ാം ക്ലാസ്സിൽ ഒക്കെ ആവുമ്പോൾ അവൾക്ക് വേറെ എവിടെയും ഡൽഹിയിൽ കറങ്ങിയതായിട്ട് ഓർമ്മയില്ല. ഞങ്ങൾ അന്നൊന്ന് വന്നിരുന്നു, ചെറിയ കുട്ടിയാകുമ്പോൾ വലിയ മോൾക്ക്. പക്ഷേ ഇവിടെ വന്നത് അവൾക്ക് ഓർമ്മയുണ്ട്. അവൾക്ക് പിന്നെ അവൾ പറഞ്ഞു ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞിരുന്നു. കാരണം അന്ന് വെടിയേറ്റപ്പോൾ ഇന്ദിരാഗാന്ധി ധരിച്ചിരുന്ന സാരി, ചെരുപ്പ്, അതെല്ലാം ആ ചോരക്കറ പുരണ്ട് കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു ഭയങ്കര ഒരു ഇത് തോന്നും കേട്ടോ, ഒരു വിഷമോ എന്തൊക്കെയോ തോന്നിപ്പോവും മനസ്സിൽ. അപ്പോൾ അവിടെ ആ വീട് വലിയൊരു വിശാലമായ വീടാണ്. നമുക്ക് കാണുമ്പോൾ തോന്നും ചെറുതാണെന്ന്, പക്ഷേ വളരെ വിശാലമായിട്ടുള്ള വീട് തന്നെയാണ്. അവിടങ്ങളിലാണ് ഇതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. രാജീവ് ഗാന്ധി
ഉറങ്ങിയിരുന്ന റൂം, രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും ഇടയും ബെഡ്റൂം, ഇന്ദിരാഗാന്ധിയുടെ ബെഡ്റൂം, ഡൈനിങ് ഹാള്, കിച്ചൺ എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്കവിടെ കാണാൻ കഴിയും. ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് നിറയെ ആളുകൾ വരാൻ തുടങ്ങി. ഓരോന്നും ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല, ഇതെല്ലാം നിങ്ങൾ കാണുന്നില്ലേ, ഇതൊക്കെ ഓരോരോ സംഭവങ്ങളാണ്. ഇന്ദിരാഗാന്ധിക്ക് കിട്ടിയ മെഡലുകൾ, അതുപോലെ അന്നത്തെ ന്യൂസ് പേപ്പറിൽ വന്ന ഫോട്ടോസ്, പല കർഷകരുടെ കൂടെ എടുത്ത ഫോട്ടോസ്, അങ്ങനെ ഓരോരോ കാര്യങ്ങളും എത്ര കൃത്യമായിട്ടാണ് അവിടെ കളക്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് അതിശയം തോന്നിപ്പോകും. അത്രയും ഉണ്ട് കേട്ടോ. ഒരു എന്താ പറയുക, ജനിച്ച കുട്ടിയുടെ ഫോട്ടോ തൊട്ട് ഇന്ദിരാഗാന്ധി ജനിച്ചപ്പോൾ തൊട്ട് മരിക്കുന്നത് വരെയുള്ള സാധനങ്ങളുടെയും അതുപോലെ ഓരോ സംഭവങ്ങളുടെയും എല്ലാം ഫോട്ടോസ് അവിടെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും പോവാത്തവർ ഡൽഹി സന്ദർശിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിൽ പോകണം. അവിടെ ഞങ്ങളെ ബസ്സുകാർ കൊണ്ടുപോകാത്ത എന്താ വെച്ചാൽ അവിടെ എന്തോ പണികളൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ബസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത് ഒരുപാട് ആളുകളാവുമ്പോൾ അവിടെ എന്തോ ഡിസ്റ്റർബൻസ് ആവും എന്നൊക്കെയാണ് അവിടെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ പോയിട്ട് പിന്നീടാണ് ഞങ്ങൾ സരോജിനി മാർക്കറ്റിൽ പോയത്. ഓരോന്നും കാണുന്നില്ല ഇവിടെ. ഇത്രയും നന്നായിട്ടാണ് അവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്നവരും ഹിസ്റ്ററി പഠിച്ചവരും ആകുമ്പോൾ കൂടി ഒരു ഇൻട്രസ്റ്റാണ് ഇതൊക്കെ കാണാൻ. ചരിത്രം പഠിച്ചവർക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവും. കാരണം കണ്ടില്ലേ ഇവിടെ, ഇത് രാജീവ് ഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെയും എല്ലാം ഡ്രസ്സുകളെല്ലാം നമുക്ക് കാണുമ്പോൾ എന്ത് വിഷമം. അവർ അന്ന് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, പല സാധനങ്ങളുമാണ് ഇവിടെ ഉള്ളത്. ഞാൻ കുറേ വീഡിയോസ് ഞാൻ എൻ്റെ ഫോണിൽ എടുത്തു വെച്ചതാണ് ഇത്. കാരണം ഇതെല്ലാം കൂടി ഞാൻ ഉൾപ്പെടുത്തിയാലും വലിയൊരു വീഡിയോ ആവും. പക്ഷേ എനിക്കൊന്നും അങ്ങോട്ട് ഉപേക്ഷിക്കാനും തോന്നുന്നില്ല വീഡിയോയിൽ നിന്ന്. അത്രയ്ക്കും എല്ലാം ഒന്നിനൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതെല്ലാം നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ കുറച്ചൊക്കെ ഒരുവിധം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നതെല്ലാം രാജീവ് ഗാന്ധിയുടെയും വെടിയേറ്റ് മരിച്ച ഫോട്ടോസ് ഉണ്ട്. രാജീവ് ഗാന്ധിയുടെ കുട്ടിക്കാലം മുതൽക്കുള്ള ഫോട്ടോസ് മുതൽ പിന്നെ കല്യാണം കഴിഞ്ഞ് മരിക്കുന്നത് വരെയുള്ള ഫോട്ടോസ് രാജീവ് ഗാന്ധിയുടെയും ഇവിടെയെല്ലാം ഉണ്ട് കേട്ടോ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം വരും. രാജീവ് ഗാന്ധി ശ്രീപെരുമ്പത്തൂരിൽ കൊല്ലപ്പെട്ട ആ ചോര പുരണ്ട ഡ്രസ്സുകളും എല്ലാം അവിടെയുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് വളരെയധികം ഒരു വേദനാജനകം.
വഴിയിലൂടെ ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച ദിവസം ഈ വഴിയിലൂടെയാണ് പുറത്തേക്ക് പോയിരുന്നത്. അവിടെ ഒരു ഗ്ലാസ് വെച്ച് ഇങ്ങനെ ഒരു ബോർഡറാക്കി വെച്ചിട്ടുണ്ട് ഇന്ദിരാഗാന്ധിക്ക് വെടിയേറ്റ സ്ഥലത്ത് കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് കാണുമ്പോൾ നമുക്ക് വളരെ വിഷമം തോന്നും. അപ്പോൾ ഇന്ദിരാഗാന്ധി മ്യൂസിയത്തിൽ നിന്ന് ഞങ്ങൾ പിന്നീട് പോയത് സരോജിനി മാർക്കറ്റിലേക്കായിരുന്നു. അവിടെ നിന്ന് അധിക ദൂരമൊന്നുമില്ല, ഒരു ഓട്ടോയിൽ പോകാനുള്ള ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സരോജിനി മാർക്കറ്റിൽ അങ്ങനെ ഞങ്ങളൊരു 11:30 എത്തി. അവിടെ കുറച്ച് ഷോപ്പിങ്ങൊക്കെ ചെയ്യാനൊക്കെ കുട്ടികൾക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അവർക്ക് ഡെയിലി യൂസിനുള്ള സാധനങ്ങളാണ് അവിടെ എല്ലാം മെയിനായിട്ട്. ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ കാല് കുത്താൻ സൂചി കുത്താൻ ഇടമില്ല എന്ന് പറഞ്ഞ പോലെയാണ് അവിടുത്തെ തിരക്ക്. ഞങ്ങൾ ഇങ്ങനെ ഈ പകൽ ആയതുകൊണ്ട് ഇത്ര തിരക്കാണ്. പക്ഷേ ഈവനിങ് എല്ലാം ആകുമ്പോഴത്തേക്ക് ഭയങ്കര തിരക്കാണെന്നാണ് പറയുന്നത്. എന്നിട്ട് തന്നെ ഞങ്ങൾ പോയപ്പോൾ തന്നെ നല്ല തിരക്കാണ് അത്യാവശ്യം. അവിടെ വളരെ ചീപ്പ് റേറ്റാണ്. അവിടെയുള്ള പ്രത്യേകത ഈ സരോജിനി മാർക്കറ്റിൽ എന്ന് പറയുന്നത് വളരെ ചീപ്പായിട്ടാണ്. പക്ഷേ ബാർഗെയിനിങ്ങും ഉണ്ടെന്നാണ് കേട്ടത്. അത് നമ്മൾ സൗത്ത് ഇന്ത്യൻസൊക്കെ ചെല്ലുമ്പോൾ അവിടെ ബാർഗെയിനിങ് വല്ലാതെ നടക്കില്ല എന്നാണ് അതും കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കുട്ടികൾക്കെല്ലാം കുറച്ച് സാധനങ്ങൾ അവരുടെ ഡെയിലി യൂസിന് വേണ്ട സാധനങ്ങളും കാര്യങ്ങളും ടോപ്പുകൾ, ഷർട്ടുകൾ അതൊക്കെ അവിടെ നല്ല വില കുറവിൽ കിട്ടും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ കുറച്ച് ഒന്ന് കറങ്ങിയതാ. ഇവിടെയൊക്കെ കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെ തിരക്കായി വരുന്നതേ ഉള്ളൂ. ഞങ്ങൾ ചെന്നപ്പോൾ ഇവിടെയൊക്കെ ഓപ്പണിംഗ് ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്ര തിരക്ക്. അല്ലെങ്കിൽ നിറയെ തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കുകയും വേണം. നമ്മൾ ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ സ്വർണ്ണത്തിൻ്റെ ഗോൾഡിൻ്റെ ഒന്നും ഇട്ട് അങ്ങോട്ട് പോകരുത്. അതുകൊണ്ട് തന്നെ ഞാനെല്ലാം എൻ്റേത് ഇതെല്ലാം ഊരി വെച്ച് എന്നോട് 1-2 ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് പലരും പറഞ്ഞിരുന്നു. അപ്പോൾ ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടെ തന്നെ ഒരു മാളുണ്ട് അവിടെ എൻട്രൻസിൽ. അവിടെ പോയിട്ട് ഫുഡെല്ലാം കഴിച്ചിട്ടാണ് പിന്നീട് ഞങ്ങൾ റൂമിലേക്ക് പോയത്. അപ്പോൾ അവിടെ അല്ലാതെ വേറെ കടകളും കാര്യങ്ങളൊന്നുമില്ല. എൻട്രൻസിൻ്റെ അവിടെ തന്നെ അവിടെ ഒരു മാള് കാണും. അവിടെ നോർത്ത് ഇന്ത്യനും സൗത്ത് ഇന്ത്യനും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് നോർത്ത് ഇന്ത്യൻ മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നോർത്ത് ഇന്ത്യൻ ഫുഡ് തന്നെയായിരുന്നു കഴിച്ചിരുന്നത്. ചപ്പാത്തിയും കറിയും ഒക്കെ തന്നെയാണ് ഇവർക്ക് എവിടെ പോയാലും ഇഷ്ടം. അതാണ് കേട്ടോ. ചോറ് കഴിക്കുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്നും വലിയ ഇഷ്ടമില്ല. അപ്പോൾ ഞാനാണ് ചോറിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആൾ. ഇവർക്കൊക്കെ അച്ഛനും മക്കൾക്കൊക്കെ നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ സരോജിനി മാർക്കറ്റിലും ഒന്ന് കറങ്ങിയതിന് ശേഷം ഞങ്ങൾ റൂമിൽ പോയിട്ട് പിറ്റേ ദിവസം ഞങ്ങൾക്ക് ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വരേണ്ട ദിവസമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഡൽഹി എയർപോർട്ടിൽ എത്തിയതിന് ശേഷമുള്ള വിഷ്വൽസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഏറെ സന്തോഷമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് കൂടി ആണ്. എൻ്റെയും ഹസ്ബൻഡിൻ്റെയും എല്ലാം ഫ്രണ്ട്സായിരുന്ന ഒരു ഫാമിലി ഇവിടെ ഞങ്ങളെ ഫാമിലി ഫ്രണ്ട് ഇവിടെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെ കാണാമെന്നുള്ള പ്രശോഭിതൻ സാറും ഫാമിലിയും വന്നിരുന്നു ഞങ്ങളെ കാണാൻ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ശാന്തിയും മക്കളും എല്ലാവരും ഇവിടെ വന്നിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത് വളരെ സന്തോഷമായിരുന്നു കേട്ടോ. അവർ ഇവിടെ എയർപോർട്ടിനടുത്താണ് താമസിച്ചിരുന്നത് ഡൽഹിയിൽ. അപ്പോൾ ഞങ്ങൾ വളരെ കാലം ഒന്നിച്ച്, അതായത് 3 വർഷത്തോളം ഞങ്ങൾ ഒന്നിച്ച് ചണ്ഡീഗഡിലുണ്ടായിരുന്നു. മക്കളെല്ലാം ഒരേ പ്രായക്കാരാണ്. അപ്പോൾ ഇവരെ കണ്ടതിൽ ഒത്തിരി സന്തോഷമായി. അവരെല്ലാം ഒരുമിച്ച് പഠിച്ച് അന്ന് 1-ാം ക്ലാസ്സിൽ അവരുടെ മോളും എൻ്റെ മോളും ഒന്നിച്ച് പഠിച്ചതാണ്. പിന്നെ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അത് അറിയാലോ അതിൻ്റെ ഒരു ത്രില്ല് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന്. അപ്പം അവർ വന്നു. ഞങ്ങളെ കണ്ടതിന് ശേഷം ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്.
അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇനി എന്താ പറയുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ എന്നും പറയുന്നത് പോലെ തന്നെ എല്ലാവരും ചെയ്യുക. പുതിയ ആളുകൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് ഉടൻ തന്നെ വരാം. ടിൽ ദെൻ ബൈ.